പ്രദേശത്ത് ഇന്നലെ സന്ദർശനം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിൽ ഒരു ഉന്നതതല യോഗം ഇന്ന് കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഗൗതമുണ്ട് വിശദാംശങ്ങളുമായി. ഗൗതം, ഇന്നലെ നേരം പുലർന്നതുപോലെയല്ല, നമ്മളൊരു ദുരന്ത പകലിലേക്കാണ് നേരം പുലർന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്? എന്നതും ആശങ്കയുണ്ടാക്കുന്ന ഘടകമാണ്. കാരണം വിമാനത്തിൽ സഞ്ചരിച്ച ആളുകളിൽ ഏതാണ്ട് 242 പേരുണ്ടായിരുന്ന വിമാനത്തിൽ 240 പേർ മരണപ്പെട്ടു എന്നത് ഉറപ്പാണ്. ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ വിശ്വാസ് കുമാർ രമേശിനെ കൂടാതെ മറ്റൊരാൾ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതായത് 241 പേർ മരണപ്പെട്ടു എന്നതായിരുന്നു ഇന്നലെ രാത്രി വരെ എല്ലാ മാധ്യമങ്ങൾക്കും ലഭ്യമായിരുന്ന വിവരമെങ്കിൽ ഇപ്പോൾ മറ്റൊരാൾ കൂടി രക്ഷപ്പെട്ടു എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. പക്ഷേ ഇത് ആരാണ് ഈ രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇപ്പോൾ എവിടെയാണ് എന്നതിനെപ്പറ്റി ഒന്നും തന്നെ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. എന്തായാലും അത്തരമൊരു ആശ്വാസകരമായ വാർത്ത വരുന്നുവെങ്കിൽ അത് ഇത്രയും വലിയ ദുരന്തത്തിനിടയിലും ആശ്വസിക്കാനുള്ള ചെറിയ ചെറിയ ഘടകങ്ങളായി അത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ ഒരാൾ തന്നെ രക്ഷപ്പെട്ടു എന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. വിശ്വാസ് കുമാർ രമേശിന്റേത് സ്ഥിരീകരിക്കാവുന്ന വാർത്തയുമാണ്. പക്ഷേ രക്ഷപ്പെട്ട മറ്റൊരാൾ ആരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ഒപ്പം ഈ മരണസംഖ്യ ഉയരുന്നതിന്റെ അടിസ്ഥാന കാരണം പ്രദേശവാസികൾക്കിടയിൽ ഇതുണ്ടാക്കിയിട്ടുള്ള ആഘാതം തന്നെയാണ്. ഈ വിമാനം വന്ന് പതിച്ചത് ഒരു ഹോസ്റ്റലിന്റെ മെസ്സിലാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലും മെസ്സുമാണ് അവിടെ ഉണ്ടായിരുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 5 പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമുണ്ട്. കൂടാതെ 24 പ്രദേശവാസികൾ മരണപ്പെട്ടു എന്ന് പറയുന്നു. എന്തായാലും 295 മരണമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ വൃത്തങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്. 295 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഇതിൽ 240 പേർ വിമാനത്തിൽ സഞ്ചരിച്ചവരും ഇത് കൂടാതെ 24 പ്രദേശവാസികൾ കൂടാതെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ 295 പേരുടെ മരണമാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. ഇതിപ്പോൾ നേരം പുലർന്നു വരുന്നു. അല്പം കൂടി പകൽ ആകുന്നതോടുകൂടി ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. DNA പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാകും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ മരണസംഖ്യ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുക എന്നാണ് ലഭ്യമാകുന്ന സൂചന. ഇന്നലെ രാത്രി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവ സ്ഥലവും അതോടൊപ്പം തന്നെ ആശുപത്രിയും ഒക്കെ അദ്ദേഹം സന്ദർശിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ അദ്ദേഹം ഉറങ്ങാതെ അഹമ്മദാബാദിൽ തന്നെ തങ്ങുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു ഉണ്ട്. വ്യോമയാന വകുപ്പിന്റെ സഹമന്ത്രിയായ മുരളീധർ മഹോൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി തുടങ്ങിയ നേതാക്കളെല്ലാം അമിത്ഷായ്ക്ക് ഒപ്പം തന്നെയാണ് ഉള്ളത്. ഇന്നലെ രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാതെ അദ്ദേഹം ഈ ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം പിടിക്കുകയായിരുന്നു, അതിന്റെ ചുക്കാൻ പിടിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇന്നത്തെ രാവിലെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നവരെ സന്ദർശിക്കും. ഒപ്പം അദ്ദേഹം ഈ സംഭവ സ്ഥലം, വിമാനം ഇടിച്ചിറങ്ങിയ സ്ഥലം സന്ദർശിക്കും. അതിനുശേഷം ഒരു ഉന്നതതല യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഖി, ഗൗതം, അതുപോലെ തന്നെ UK-യിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള അന്വേഷണ സംഘങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതാണ്. അത്തരത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. വ്യോമയാന മന്ത്രി ഈ അന്വേഷണം സംബന്ധിച്ച് എന്താണ് നമുക്ക് നൽകുന്ന അറിയിപ്പ് എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? രാഖി, അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിച്ചു. ഇതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 ബ്ലാക്ക് ബോക്സിൽ ഒരെണ്ണമാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തെരച്ചിൽ കൂടി നടക്കുകയാണ്. അതുകൂടി ലഭിച്ചു കഴിയുമ്പോൾ ആകും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. യന്ത്ര തകരാറാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയാണോ ഇത്ര വലിയ ദുരന്തത്തിലേക്ക് ഈ വിമാനത്തെയും യാത്രികരെയും തള്ളിവിട്ടത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിക്കുക. എന്തായാലും അന്വേഷണം തുടങ്ങി എന്നത് മാത്രമാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രിയും സർക്കാർ വൃത്തങ്ങളും നൽകുന്ന സൂചന. കാരണം വളരെ നിർണായകമായ ഒരു അന്വേഷണമാണ്. അതിനാൽ തന്നെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ബ്ലാക്ക് ബോക്സ് ഒരെണ്ണം ലഭ്യമായിട്ടുണ്ട്. അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തിലെ മറ്റൊരു ബ്ലാക്ക് ബോക്സ് കൂടിയുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു. അതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. അതിനുവേണ്ടി ഏതറ്റം വരെ പോയാലും അത്തരം നടപടി ഉണ്ടാകും എന്നാണ് റാംമോഹൻ
നായിഡു വ്യോമയാന മന്ത്രി ഇന്നലെ ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതിനാൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകത്തില്ല. ഒപ്പം വിദേശ രാജ്യങ്ങളുടെ ഒരു പിന്തുണയും സഹായവും കൂടി ഈ അന്വേഷണത്തിൽ ഉണ്ടാകും. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ അന്വേഷണവുമായി സഹകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ 57ഓളം പൗരന്മാരും ഈ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടിരുന്നു. പോർച്ചുഗീസ്, കനേഡിയൻ പൗരന്മാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിനാൽ അത്തരം അന്വേഷണം വിദേശ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. അതിനാൽ തന്നെ വളരെ സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ, എന്തുകൊണ്ട് ഇത്തരം വലിയൊരു ദുരന്തം ഉണ്ടായി എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും ഇപ്പോൾ അഹമ്മദാബാദിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വിമാന ദുരന്തം ഇതാദ്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഉണ്ടായിട്ടുള്ള വിമാന അപകടങ്ങളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് വേണം പറയാൻ. കാരണം നേരത്തെ 96-ൽ ഡൽഹിയിൽ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഏതാണ്ട് 300-ന് മുകളിൽ ആളുകൾ മരണപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഒരുപക്ഷെ 96-ൽ നവംബർ മാസത്തിൽ ഡൽഹിയിൽ ഉണ്ടായ ആ വിമാന ദുരന്തത്തെക്കാട്ടിൽ വലിയ ഒരു അപകടമായി ഇത് മാറുന്നു എന്ന സംശയമാണ് ഉള്ളത്. അന്ന് 300-ന് മുകളിൽ ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 295 പേരുടെ മരണം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ രാജ്യത്ത് അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു വിമാന ദുരന്തം ഉണ്ടായിട്ടില്ല. പലപ്പോഴും നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ, അയൽ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ വിമാന ദുരന്തങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് ഇപ്പോൾ ഈ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്.